ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരുടെ സിറ്റുവേഷൻ എന്താണ്, അവരെന്ത് തീരുമാനമാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക, പോസിറ്റീവായിട്ടിരിക്കുക. ഇവിടെ ഓവറോൾ എനർജിയിൽ ഇത്രയും കാർഡാണ് താഴെ വീണിരിക്കുന്നത്. 10 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇതിനകത്ത് ഒരു അതിശക്തമായ തേർഡ് പാർട്ടി. കാരണം നല്ല രീതിയിൽ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയതായിട്ട് കാണുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടിയാണ് ഇതിന് കാരണം. ഒരു നല്ല രീതിയിൽ പോയിരുന്ന ഒരു കണക്ഷനാണ് ഇത്. ചില സാഹചര്യത്തിൽ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ ആയിരിക്കാം നിങ്ങൾ കാണുന്നത്. ഒരു ഹസ്ബൻഡ് വൈഫ് എന്ന രീതിയിലായിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു തേർഡ് പാർട്ടി കാരണം ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും പിണങ്ങി പോയതായിട്ട് കാണുന്നുണ്ട്. എബ്രോഡ് പോയതായിരിക്കാം നിങ്ങളിൽ നിന്നും. അപ്പോൾ എങ്ങനെയായാലും ഈ ഒരു വ്യക്തിയുടെ സാഹചര്യത്തിൽ ആളൊരു തീരുമാനത്തിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു കാര്യം ആൾ ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അത് എന്താണ്, ആളൊരു തീരുമാനം നിങ്ങൾക്ക് വേണ്ടി എടുത്തത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്ത് തീരുമാനമാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്? ഇവിടെ 4 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 10 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 9 ഓഫ് ഷോർട്സ് വന്നിട്ടുണ്ട്. 8 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. 9 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇയാൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നതും 2 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ മനസ്സിലാവുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളെ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. ഇനി എന്തൊക്കെ ആളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടാലും ആൾക്ക് നിങ്ങളെ വേണം. ഇവിടെ കണ്ടോ 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ആൾ നിങ്ങളുമായിട്ടുള്ള ഒരു ഹാപ്പി ഫാമിലി തന്നെയാണ്. ഇവിടെ കണ്ടോ 10 ഓഫ് പെൻറ്റിക്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് അത്രയും ഡീപ്പായ ഒരു കണക്ഷനാണ്, അത്രയും ഡീപ്പ് ലെവലിൽ എത്തിച്ചേർന്നൊരു കണക്ഷനാണ്. ഇതിൽ അതിശക്തമായൊരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അത് ചില സാഹചര്യത്തിൽ ഫാമിലി ആകാം, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയാകാം. ഈ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരു വ്യക്തിയാണ് കടന്നു വന്നത്. അതിനുശേഷമാണ് ഈ ബന്ധത്തിൽ ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായത് തന്നെ. അടിയും ബഹളവും, അതുപോലെ തന്നെ നിങ്ങളെപ്പോൾ നോക്കിയാലും വഴക്കിടുന്ന ആൾക്കാരായിരിക്കാം. മറ്റുള്ളവരും ഇതിനകത്തുണ്ടെന്നും കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ ആ ഒരു മറ്റുള്ളവരുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബന്ധമാണ്. ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്കാണെങ്കിൽ എപ്പം ഈ ഒരു സമയത്ത് ആൾ ചിന്തിക്കുന്നത് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം ഈ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്ക് രാത്രി ഉറക്കം നഷ്ടപ്പെട്ടൊരവസ്ഥയൊക്കെയാണ് ഉള്ളത്. പക്ഷേ എത്രയും പെട്ടെന്നായിരിക്കാം. ഇവിടെ കണ്ടോ 8 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇതൊരു കലങ്ങി തെളിയും. ഈ ഒരു ബന്ധത്തിൽ ഇതിലൊരു ഫ്യൂച്ചർ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ബന്ധത്തിൽ തീർച്ചയായിട്ടും ഫ്യൂച്ചർ ഉണ്ട്. കാരണം ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ താഴെ വന്നിരിക്കുന്നതാണ് 8 ഓഫ് വാൺസിൻ്റെ എനർജി. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം നിങ്ങളുടെ വ്യക്തിക്കോ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൽ ഒരു മാറ്റം വരാൻ പോകുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങൾ പഴയ നിങ്ങളായി മാറും. ആരൊക്കെ ചേർന്ന് നിങ്ങളുടെ ബന്ധത്തെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചാലും, ഇനിയിപ്പോൾ ഇതിനകത്തൊരു തേർഡ് പാർട്ടിയാണ് കാരണമെങ്കിലും, ഇത് പഴയ രീതിയിൽ തന്നെ ആവും. കാരണം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഒഴിവാക്കാൻ സാധിക്കില്ല. ഇവിടെ കണ്ടോ എത്രയും പെട്ടെന്ന് നിങ്ങളിപ്പോൾ പിണങ്ങിപ്പോയ ഒരവസ്ഥയിലൊക്കെ കാണുന്നുണ്ട്. എന്തൊക്കെയോ പറഞ്ഞിട്ട് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും പിണങ്ങി മാറി നിൽക്കുകയാണ്. പക്ഷെ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത്. കൂടുതലായിട്ട് അറിയാനായിട്ട് കുറച്ചുകൂടി കാർഡ് എടുത്ത് നോക്കാം. ഈ ഒരു വ്യക്തി ഈ സമയത്ത് ഒരു മനഃശക്തി, ഒരു സ്ട്രെങ്ത്ത്, അതായത് പൂർവാധികം ശക്തിയോടെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് തന്നെയാണ് ആൾ ആലോചിക്കുകയാണ് എന്താണ് നെക്സ്റ്റ് ഇനി ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് ആൾ ആലോചിക്കുന്നുണ്ട്. കാരണം നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിന് ശേഷം അയാളുടെ ലൈഫിൽ അയാൾക്കൊന്നിലും ഒരു ഫോക്കസ് കൊടുക്കാൻ പറ്റുന്നില്ല. ആളുടെ ജോലിയിൽ ആൾക്ക് ഫോക്കസ് കൊടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ ധനനഷ്ടം, എന്തൊക്കെയോ നഷ്ടങ്ങളാണ് ആൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം.
ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തി. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് കുറച്ച് എടുത്തുചാട്ടം കൂടുതലുള്ളതായിട്ടും കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് പോലും ആൾ പെട്ടെന്ന് തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് കാണുന്നത്. ഇവിടെ കണ്ടോ, പൂർവാധിക ശക്തിയോടെ തന്നെ ആൾ നിങ്ങളിലേക്ക് വരും. കാരണം നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല ആ വ്യക്തിക്ക്. ഒരിക്കലും നിങ്ങളില്ലാണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ കണ്ടോ സ്റ്റാറാണ്. അത്രയും ആൾ ആഗ്രഹിക്കുന്നുണ്ടോ, അത്രയും നിങ്ങളെ അത്രയും അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി. അപ്പോൾ ആൾ നിങ്ങളെ ഒരു സ്റ്റാർ പോലെയാണ് കാണുന്നത്. ആളുടെ ജീവിതത്തിൽ കിട്ടാവുന്നതിലും ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നിങ്ങളെന്നാണ് ആൾ ചിന്തിക്കുന്നു. അത് തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് നല്ല രീതിയിൽ തേർഡ് പാർട്ടിയാണ് മെയിൻ കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തിനെ. അതുകൊണ്ടാണ് ഈ ഒരു ബന്ധത്തിൽ ഇങ്ങനൊരു അവസ്ഥ വന്നത്. കുറച്ച് പേർക്ക് ഇതൊരു ബ്ലാക്ക് മാജിക്കൽ ചെയ്തിട്ടാണ് ഈ വ്യക്തി ഇങ്ങനെ മാറിപ്പോയതെന്നും കാണുന്നുണ്ട്. ഇവിടെ കണ്ടോ, 2 കപ്സിൻ്റെ എനർജിയാണ്. അത്രത്തോളം ഡീപ്പ് കണക്ഷനാണ് നിങ്ങളെന്ന് ആണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പിരിക്കാനായിട്ട് ഒരിക്കലും ആർക്കും സാധിക്കില്ല. ഇപ്പം ഇത്രത്തോളം ഈ ഒരു അവസ്ഥ വന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇത്രത്തോളം ഇതിലൊരു വഴക്കും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ കാണുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇതിനകത്തൊരു തേർഡ് പാർട്ടി കണക്ഷനും ഉണ്ട്, അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷനും ഇതിനകത്ത് കാണുന്നുണ്ട്. എങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഒഴിവാക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങളില്ലാത്ത ആ വ്യക്തിക്ക് ഒരു പൂർണ്ണത ഇല്ലാത്തതുപോലെയാണ്. ഒന്നും ആളെ സത്യം പറഞ്ഞാൽ ആളുടെ മുന്നോട്ടുള്ള ഒരു ജീവിതത്തിൽ ഒരു സന്തോഷവും ഒരു സമാധാനവും ഒന്നിനും ആൾക്ക് പറ്റുന്നില്ല ഇപ്പോൾ. അപ്പോൾ നിങ്ങളെ തീർത്തും നഷ്ടപ്പെടുത്തിയതിന് ശേഷമായിരിക്കാം ചില സാഹചര്യത്തിൽ അയാൾക്ക് വലിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. ഇവിടെ കണ്ടോ, ഒരു തകർച്ച നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല തകർച്ചയാണ്. ചില സാഹചര്യത്തിൽ ഈ തേർഡ് പാർട്ടി ആയിരിക്കാം ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണമായി തീർന്നത് തന്നെ, നിങ്ങളുടെ ഒരു തകർച്ചയ്ക്ക്. ജഡ്ജ്മെൻ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരു തകർച്ച നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളുടെ വില ശരിക്കും ആൾ മനസ്സിലാക്കുന്നത്. അത്രത്തോളം നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നുള്ളത് മനസ്സിലാക്കുന്നതും, നിങ്ങളായിരുന്നു ശരി എന്നുള്ളതും, അതുപോലെ തന്നെ നിങ്ങളാണ് ആളുടെ വെളിച്ചം എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഒരു തകർച്ചയ്ക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി പൂർവാധികം കണ്ടോ, 10 കപ്സിൻ്റെ എനർജിയാണ്. അതുപോലെ തന്നെ ചാരിയറ്റ് വന്നിട്ടുണ്ട്. പൂർവാധികം ശക്തിയോടെ തന്നെ ആൾ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും. നിങ്ങളുമായിട്ട് ആ ഒരു ഹാപ്പി ഫാമിലി തീർച്ചയായിട്ടും ഉണ്ടാകും. എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടെങ്കിലും ശരി, ആൾ പൂർവാധികം ശക്തിയോടെ തന്നെ വരും. പക്ഷേ ഇതിനകത്തൊരു ഫെമിനൻ എനർജി ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ചെയ്തത് തന്നെ ഒരു ഫെമിനൻ എനർജിയാണ്, ഒരു സ്ത്രീയാണെന്നാണ് കാണുന്നത്. അവരെ കൊണ്ടാണ് കൂടുതലും ഇതൊരു ബ്ലോക്കാക്കാനൊക്കെ വന്നത്, ഒരു ബ്ലോക്കാക്കിയതായിട്ടൊക്കെ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി. അപ്പോൾ ഇതിനൊക്കെ കാരണം ഒരു സ്ത്രീയാണ്. അവരാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വ്യക്തിയെ മാറ്റിയെടുത്തതും. പക്ഷേ അതൊക്കെ മനസ്സിലായി. ഇവിടെ ജഡ്ജ്മെൻറ്റ് കാർഡ് കണ്ടോ, ആൾ ഒരുപാട് തിരിച്ചറിവ് ആൾക്ക് കിട്ടിയതായിട്ടും. ഭയങ്കര ഈഗോ ഉള്ള വ്യക്തിയാണ്, കടുംപിടുത്തം. എന്നുവെച്ചാൽ ആൾ പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ ഇതൊക്കെ കാരണം ഈ തേർഡ് പാർട്ടിയാണ്. തേർഡ് പാർട്ടിനെ കൊണ്ടാണ് ഈ വ്യക്തി ഇത്രയും മാറാൻ കാരണം. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി. അവരിൽ നിന്നും ഒരുപാട് അനുഭവിച്ചു ആൾ. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ശരിക്കും നിങ്ങളുടെ വില എന്താണെന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾ തീർച്ചയായിട്ടും ഉടനെ തന്നെ ആളുടെ ഒരു മെസ്സേജോ കോളോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കും. ആൾ പൂർവാധികം ശക്തിയോടെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ആ ഒരു എനർജിയാണ് കേട്ടോ. ചാരിയറ്റാണ്. പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്, ഇപ്പോഴും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടുണ്ട്. പക്ഷെ അതൊന്നും ആൾ കാര്യമാക്കില്ല. ആൾ അതിനുള്ള ആക്ഷൻ എടുത്തു കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടെങ്കിലും ആൾക്ക് വേണ്ടത് നിങ്ങളെ തന്നെ എന്നാണ് കാണുന്നത്. നിങ്ങളെ തന്നെയാണ് ആൾക്ക് വേണ്ടത്. ഇതാർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, 23. ലെറ്റർ ഡി ആണ് വന്നിരിക്കുന്നത്. ലെറ്റർ എച്ച് ആണ് വന്നിരിക്കുന്നത്. ജെ, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ. ഗ്രീൻ കളർ, ജൂൺ, ഒക്ടോബർ. ലെറ്റർ എ ആണ് വന്നിരിക്കുന്നത്. ജൂലൈ, മകം, ഫെബ്രുവരി, ഡിസംബർ മാസം. ലെറ്റർ പി ആണ് വന്നിരിക്കുന്നത്. കൊല്ലം, ഗൾഫ് രാജ്യം, ലോയർ ആയിരിക്കാം. പൂയം നക്ഷത്രം. യു ആണ്, ലെറ്റർ യു. ലെറ്റർ ബി, ജനുവരി, ബ്യൂട്ടീഷ്യൻ. ലെറ്റർ ഐ ആണ് വന്നിരിക്കുന്നത്. 12,
പാലക്കാട്, ക്യൂ ആണ്, ലെറ്റർ ക്യൂ, ബ്ലൂ കളർ, സോഷ്യൽ വർക്കർ ആയിരിക്കാം, റെഡ് കളർ, മെയ് മാസം, 16, 40, 49, 44, 36 ആണ്. ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വ്യക്തിയിൽ നിന്നും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു റീഡിങ്ങിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യൂ. താങ്ക്